വാത്സല്യ ദൈവമക്കളെ, 2 തിമോഥെയോസ് 4:1-8 വരെയുള്ള പ്രസംഗ വിഷയത്തിലെ 2ാമത്തെ പാർട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ തരുന്ന ഈ കൽപ്പനകൾ പ്രാർത്ഥനയോടെ വായിച്ച് പഠിച്ച് നമ്മുടെ ശുശ്രൂഷകളിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലും നമ്മൾ മുൻപോട്ട് പോയില്ലെങ്കിൽ നമ്മൾ കുഴഞ്ഞത് തന്നെ. ഞാൻ പല പ്രാവശ്യം പറയുന്ന പദങ്ങളാണ് ഇതൊക്കെ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവ് തന്നിരിക്കുന്ന വചനം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയോടെ നിർമ്മലതയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണമെന്നാ. കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നു. ഇന്നത്തെ ബൈബിൾ കോളേജുകൾ ഉപദേഷ്ടാക്കന്മാരെ പെരുക്കിക്കൊണ്ടിരിക്കുക. എത്ര എണ്ണം നല്ലതുണ്ട്. ഞാൻ പഠിച്ച ബൈബിൾ കോളേജ് പേരൊന്നും പറയുന്നില്ല. അവിടെ സാധാരണ ഒരു പഴമൊഴി ഉള്ളത്, SSLCക്ക് തോൽവി ശതമാനം കൂടിയാൽ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കൂടും. അഡ്മിഷൻ കൂടും. കാരണം എന്താ? ഈ തോറ്റവനെല്ലാം കൂടി ഇങ്ങോട്ട് പോരുക. ഇവിടെ 3 നേരവും ഭക്ഷണം, പിന്നെ അത്യാവശ്യം വഴക്കും തമ്മിത്തല്ലും ഒക്കെ ആകാം, ഒരു കുഴപ്പമില്ല, കുറച്ച് വചനമൊക്കെ പഠിക്കാം. അങ്ങനെ എൻ്റർടൈൻമെൻ്റായിട്ട് ഇന്ന് ബൈബിൾ കോളേജിൽ പലരും ജീവിച്ചുകൊണ്ടിരിക്കുക. ഞാനും 4-5 വർഷം കിടന്ന് ചവിട്ടി തൊഴിച്ച്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ബൈബിൾ കോളേജിന് ഞാൻ എതിരല്ല. ജയിലിൽ കിടക്കുന്നവനൊക്കെ ബൈബിൾ കോളേജ് വന്നാലേ എന്നിട്ടും നന്നാകുന്നില്ല. ബൈബിൾ കോളേജിൽ പഠിച്ചാലും നന്നാലേ, പഠിക്കാത്തവൻ്റെ കാര്യം പറയാൻ വേണ്ട. മനസ്സിലായല്ലോ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ കർണരസമാകുമാറ്, നമ്മുടെ ചെവികൾക്ക് സുഖം തരുന്ന, സന്തോഷം തരുന്ന, മനസ്സിന് സന്തോഷവും ചെവിക്ക് സുഖവും കേൾക്കാനൊരു സന്തോഷവും ഒക്കെ തരുന്ന നമ്മുടെ ബാംഗ്ലൂർ പറയുന്ന സഹോദരന്മാർ ഈ പറയുന്നതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായി ജീവിക്കണം, അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, ലോകസ്നേഹം പാടില്ല, ദ്രവ്യാഗ്രഹം പാടില്ല, ജഡമോഹം പാടില്ല, ജഡത്തെ പോഷിപ്പിക്കരുത്, സൗന്ദര്യവർദ്ധനവ് വരുത്തരുത്, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ മുഖം ചുളിയും. നമുക്ക് എന്ത് ചെയ്യാനാ? നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഈ വചന വെളിപ്പാട് കിട്ടിയോണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? അതുകൊണ്ട് മനസ്സിലാക്കുക, പൗലോസ് തിമോഥെയോസിന് കൊടുത്ത ലേഖനം, ആ വചനഭാഗങ്ങൾ തിമോഥെയോസിന് മാത്രമല്ല, എക്കാലത്തുമുള്ള പുതിയ നിയമസഭ, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെ ഈ ഭൂമിയിൽ ഉടലെടുക്കുന്ന സഭകൾക്കും കൂടിയുള്ള ദൈവത്തിൻ്റെ ശക്തമായ പ്രബോധനങ്ങളാണ് ഈ വചനങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം. കർണരസമാകുമാറും സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. കെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, ഒത്തിരി കഥകളുണ്ട്. ഈ പഴയ നിയമത്തിലെ സംഭവങ്ങളൊക്കെ കഥ പോലെ പറഞ്ഞ് പ്രസംഗിച്ചാൽ 16 ദിവസം ഉറങ്ങാത്ത ആള് ഉറങ്ങാതെ തന്നെ ഇരിക്കും. പുതിയ നിയമം പ്രസംഗിച്ചാൽ എപ്പോൾ ഉറങ്ങിയെന്ന് ചോദിച്ചുകൊണ്ടാണ്. കാരണം ഇഷ്ടമാണ് അവർക്ക്. പഴയ നിയമത്തിലെ പല കാര്യങ്ങളും ദൈവം ചെയ്ത പ്രവൃത്തികളൊക്കെ അത് ഞാനതിന് തെറ്റ് പറയുന്നില്ല. ഇപ്പോൾ എസ്തേറിൻ്റെ പുസ്തകം എടുത്തുകൊണ്ട് ഹാമാൻ, എസ്തേർ, ഹാമാൻ്റെ മക്കൾ, എസ്തേറും ഹാമാനും മൊർദെഖായും തമ്മിലുള്ള വിഷയം എടുത്ത് അങ്ങോട്ട് പ്രസംഗിച്ചാൽ, മൊർദെഖായി കഴുമരത്തിൽ തൂക്കി മക്കളെയും കൂടി തൂക്കിയെന്ന് പറയുമ്പോൾ പെന്തക്കോസുകാർ കിടന്ന് ചാട്ടം കാണും. കാരണം അവർ പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ശത്രുക്കളുണ്ട്, വ്യക്തികളുണ്ട്, അവരെല്ലാം ദൈവം തൂക്കാൻ പോയി ദിവസങ്ങൾ. അതാ ചിന്തയെ ഉള്ളി വരുന്നേ. ഇസ്രയേലിൻ്റെ ശത്രുക്കൾ വ്യക്തികളാണ്. പുതിയ നിയമസഭയാകുന്ന ആത്മീയ ഇസ്രയേലാകുന്ന നമ്മുടെ ശത്രുക്കൾ പിശാചുക്കളാണ്. നമുക്ക് പോരാട്ടം പിശാചുക്കളോടാണ്. നമുക്ക് പോരാട്ടം മനുഷ്യരോടല്ല. ഇസ്രയേലിന് പോരാട്ടം ബഹുഭൂരിപക്ഷം ശത്രുക്കളോടായിരുന്നു. ഇസ്രയേലിനെതിരെ നിൽക്കുന്ന ശത്രു നിരകളെ
തകർക്കുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരേ ഭക്തന്മാരെ ശക്തീകരിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. എന്ത് സന്തോഷം അത്! 10,000 ദാവീദ് കൊന്നില്ലേ? ഓ ദൈവമേ, സ്തോത്രം, ഹല്ലേലൂയ. ആ ഉള്ളിൽ കിടക്കുന്ന അതാ ന്യായപ്രമാണത്തിന്റെ സിംറ്റംസ് കിടക്കുക ഉള്ളിലേ. അത് അടിമനുഖം വന്ന പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പഠിപ്പിച്ച് നമ്മൾ ഗലാത്യ ലേഖനം കേട്ടല്ലോ ക്ലാസ്സുകൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭ അടിമനുഖത്തിൽ കിടക്കുക, പലരും ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിൽ കിടക്കുക, പല വചനവിധമായ പല കാര്യങ്ങൾ ചെയ്ത് ആ നിലയിലുള്ള അടിമനുഖത്തിൽ കിടക്കുക. വചനത്തിൻ്റെ തെളിവായ വചനവ്യവസ്ഥ പ്രകാരം ജീവിച്ച് പ്രത്യാശയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ കർത്താവിൻ്റെ ഒരു വേണ്ടി കാത്തിരിക്കുന്ന സഭകൾ വളരെ കുറവാണ്. മാതൃകയുള്ള സഭകൾ എടുത്തു പറയാൻ വളരെ കുറവാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന്മാർ പലരും പറയുന്ന സഭയെക്കുറിച്ച് ഒരു മാതൃകയുള്ളൊരു സഭ എവിടെയും കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കാൻ പറ്റും. സഭ ഭൂമിയിൽ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ചോദിക്കാതെന്താ അങ്ങനെ പറയുന്നത്? കാരണം പുതിയ നിയമസഭ ദൈവവചനം പ്രസ്താവിക്കപ്പെടുന്ന തിരുവചന സത്യങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് വരുന്ന ഒരു പുതിയ നിയമസഭയെ നമുക്ക് കാണാനില്ല. ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ശരീരമാം സഭ എങ്ങനെ ആയിരിക്കണം? തലയായ ക്രിസ്തുവിൽ നിന്ന് ഉപദേശം കേട്ട് അനുസരിച്ച് ജീവിക്കുന്ന ശരീരമാം സഭയുടെ അവയവങ്ങളായിരിക്കണം നമ്മൾ. അപ്പോഴാണ് ശരീരമാം സഭയായി തീർന്നത്. മണവാട്ടിയായ സഭ, മണവാളനാകുന്ന ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന മണവാട്ടിയായ സഭ, മണവാളനെ പ്രസാദിപ്പിച്ച് മണവാളൻ്റെ ഇഷ്ടം ചെയ്ത് മണവാളൻ്റെ വരവിന് വേണ്ടി ആറ്റുതോറ്റിരിക്കുന്ന ഒരു മണവാട്ടിയാകാൻ പോകുന്ന നിർമ്മല കന്യകയായ സഭ. ഇതെവിടെയുള്ള ആകാൻ വേണ്ടിയുള്ള ഒരുക്കം അവിടെ ചെതറി കിടപ്പുണ്ട്. അതിനെ കൂട്ടിച്ചേർക്കാൻ പോവാ കർത്താവ്. ഇന്ന് കാണുന്ന ഈ കൾട്ട് സഭകളെ മുഴുവൻ ദൈവം പൊളിച്ചു കളയാൻ പോവാ. ഈ കൾട്ട് സഭകളുടെ തലപ്പത്തിരിക്കുന്നവരെ മുഴുവൻ കർത്താവ് കശാപ്പ് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. നോകയുടെ കൊച്ചുമക്കള് ആകാശം മുട്ട ഒരു ഗോപുരം പണിയാൻ വന്നു. എന്തോ ഇത് തമ്പുരാൻ വ്യവസ്ഥ പ്രകാരമല്ലെന്ന് കണ്ടപ്പോൾ തമ്പുരാൻ പൊളിച്ചു കളഞ്ഞു. അതുപോലെ മരം, പുല്ല്, വൈക്കോല്, വെള്ളി, പൊന്ന് ഇങ്ങനെയുള്ള അവസ്ഥകൾ കൊണ്ടുള്ള പണിയെല്ലാം ശോധന ചെയ്യുമ്പോൾ വെന്തെരിഞ്ഞു പോകും. വിലയേറിയ കല്ലെന്ന് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെ ഉള്ള വാക്യത്തിനുള്ളിൽ പറയുന്ന ആ വിലയേറിയ കല്ലാകുന്ന പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പറയുന്ന യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച ജീവനുള്ള കല്ലുകളായി തീർന്ന കല്ലുകളെ കൊണ്ട് മാത്രമേ സഭ പണി നടക്കത്തുള്ളൂ. മരം, പുല്ലും വൈക്കോലൊക്കെ വെന്തു പോകും. വെള്ളി, പൊന്ന് ശോധന ചെയ്യുമ്പോൾ ഉരുകിപ്പോകും. ഉരുകാത്തതൊന്നുള്ളൂ യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ല്. ആ ഉപദേശം പറയുന്നത് പലരും മറന്നുപോയിരിക്കുക. 1 പത്രോസ് 2:4, 5, 6, 7, 8 വാക്യങ്ങൾ പഠിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ല്, അതാണ് യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു വന്ന് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പുതുപുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കുന്ന ആ കല്ലുകൊണ്ടേ പണി നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇന്ന സഭയിൽ പണിയൊന്നും നടക്കുന്നില്ലെന്ന് പറയും. ചുമ്മാ കിടന്ന് പണിതുകൊണ്ടിരിക്കുക. പണി നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇപ്പോൾ 2 പേരെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ തകർത്ത് വെച്ച് 2 പേര് പണിയുന്നുണ്ട്. ഒരാൾ എന്തിലാ പണിയുന്നേ? കല്ലിൽ പണിയുന്നു. ഒരാൾ എന്ത് ചെയ്യുന്നു? മണൽമേൽ പണിയുന്നു. നല്ല യേശുക്രിസ്തു ആകുന്ന മൂലകളോട് ചേർത്തിട്ട് പണിയുന്ന ഒരു പണിയും മണലിൽ മേൽ പണിയുന്ന ഒരു പണിയും 2 പേരും നിർത്തി വെച്ച് പണിതുകൊണ്ടിരിക്കുക. ഈ പണിയെ ശോധന ചെയ്യാൻ ദൈവം വരും. മൂലക്കല്ലാകുന്ന യേശു ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടാത്ത പണികളെല്ലാം പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി പോകും. ക്രിസ്തുവാകുന്ന പാറമേൽ പണിയുന്ന പണികൾ മാത്രമേ നിൽക്കത്തുള്ളൂ. അതാ മൂലക്കല്ലെന്ന് പറയുന്നത്. അല്ലാത്ത പണികളെല്ലാം നിലംപരിചയായി പോകും. നോകയുടെ കൊച്ചുമക്കൾ പണിത ആ കെട്ടിടം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണതുപോലെ ഇംപ്ലോഷൻ സ്റ്റൈലിൽ ഇടിഞ്ഞു പോകും. ഈ സ്തോത്രം
ഈ കൊച്ചിയിൽ അനധികൃതമായി പണിത കെട്ടിടങ്ങളെ ഇംപ്ലോഷൻ സ്റ്റൈലിൽ ഇടിച്ചു പൊളിച്ച് കളഞ്ഞ ചിത്രം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതായത് കെട്ടിടം ഇങ്ങനെ ഉരുകി താഴേക്ക് പോകുന്ന പോലെ വലിയ ശബ്ദത്തോടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ പണി ഒന്ന് ശോധന ചെയ്തോണേ. വചനവസ്തുപ്രകാരം പണിതോണേ. സ്തോത്രം. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി പണിയണേ. തർജ്ജനം ചെയ്ത് പണിതോണേ. പ്രബോധിപ്പിച്ച് വേണം പണിയാൻ. പത്യോപദേശം കൊണ്ടാണ് പണിയാൻ. കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തോണം ഉപദേശത്തെ പെരുക്കി, ഉപദേഷ്ടാക്കന്മാരെ പെരുക്കി, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, വേദപുസ്തകത്തിൽ കിടക്കുന്ന സംഭവങ്ങളെ കഥ പോലെ പറയുമ്പോൾ കർണരസമാകുമാറ് വലിയ സന്തോഷമാണ്. ആത്മീയമായി രോമക്കനം വളരത്തില്ല വിശ്വാസി. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠമേറിയ മർമ്മങ്ങൾ പ്രസ്താവിക്കപ്പെടുമ്പോഴാണ് ദൈവജനം ആത്മീയമായി വളരുന്നത്. അതിന് ആ സഭയിൽ ദൈവ ശുശ്രൂഷന്മാരാക്കി വെച്ചിരിക്കുന്നത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ വൃക്ഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. എഫേസ്യ ലേഖനം 4:11 മുതൽ 13 വരെ. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്താ പറ്റും? 14 വാക്യം. അങ്ങനെ നാം ഇനി മനുഷ്യൻ്റെ ഉപായത്താലും തന്ത്രങ്ങളാലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തോക്കണം. ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുള്ളുന്ന ശിശുക്കളായിത്തീരും. ഇത് ക്രൈസ്തവ കോളം 99.4% ആത്മീക ശിശുക്കളായി കിടക്കുക. ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ വചനം കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മുഴുവൻ ശിശുക്കളാ. ഈ അടിയും ബഹളവും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ശൈശവത്തെ കിടക്കുന്നവരാ. ഒന്നും അറിവിടാത്ത കുഞ്ഞുങ്ങളാ കിടക്കുന്ന സഭകളിൽ. പാസ്റ്റർ കുഞ്ഞുങ്ങൾ, വിശ്വാസി കുഞ്ഞുങ്ങൾ, സഹോദരി കുഞ്ഞുങ്ങൾ, അമ്മച്ചി കുഞ്ഞുങ്ങൾ, അപ്പച്ചൻ കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങൾ 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 കുഞ്ഞുങ്ങൾ. അതാണല്ലോ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ബോണി ബോണി എസ് പപ്പ പാട്ട് പാടുന്നത് എന്താ? ഈ പാട്ട് കുഞ്ഞുങ്ങൾ കിട്ടുമല്ലേ? ഇന്നു കൂടി ഒരു സഹോദരൻ പറഞ്ഞു, ആലപ്പുഴയിൽ ഒരു ചർച്ച നടന്ന കാര്യമാണ്. 1 മണിക്കൂറാണ് 2 പാട്ടെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏന്തലടിച്ച് പാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു അരമണിക്കൂർ ഒരു പാട്ട്, പിന്നെ പാടി, പിന്നെ എടുത്ത് പാടി, പിന്നെ എടുത്ത് പാടി, പിന്നെ എടുത്ത് പാടി. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു മരണ വീട്ടിൽ നടന്നൊരു സംഭവം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഡെഡ് ബോഡി കിടക്കുമ്പോൾ സഹോദരന്മാർ പാടുക. ഇത് മനോഹരമായ നിലയിൽ ഓർഗണ വെച്ച് പാടിക്കൊണ്ടിരിക്കുക. പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും എൻ പേരും. 1000 പ്രാവശ്യം പാടിയാൽ പേർ വിളിക്കുമ്പം പേര് കാണുമോ? എനിക്കിതൊരു സംശയമായി. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വയോവൃദ്ധനായ 94-കാരനായ പാസ്റ്റർ CC ജോർജ് ചവണിക്കാമണ്ണിൽ IPC പ്രസ്ഥാനത്തിൽ 60 വർഷം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന K. ഇബ്രാഹിം സാറിൻ്റെ സമകാലികനും ശിഷ്യനുമായിരുന്നു ഈ മാന്യദ്ദേഹം. എൻ്റെ സംശയ നിവാരണം ഞാൻ പുള്ളിയെടുക്ക ചെന്നു. ഈ പേർ വിളിക്കും നേരം കാണും എൻ പേര് വന്ന് ഈ മരണാന്തരം ഇവർ പാടിക്കൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ കർത്താവിൻ്റെ ദാസനെ? പുള്ളിയോട് പറയുക, എന്ത് പേര്, എവിടത്തെ പേര്, എങ്ങനെയുള്ള പേര്? സഹോദരൻ, അതൊക്കെ ഭാവനയിൽ ആരാണ്ട് എഴുതി വെച്ചാണ് അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അത് ഭാവന പാടുകയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് ഉയർപ്പ് കിട്ടും, രൂപാന്തരവും കിട്ടും. അവിടെ പേരൊന്നും വിളിക്കത്തില്ല. പാസ്റ്റർ സാം ഇങ്ങോട്ട് വരട്ടെ, ജോസഫ് സഹോദരൻ ഇങ്ങോട്ട് വരട്ടെ, സ്തോത്രം, സെബാസ്റ്റ്യൻ വരട്ടെ, ഫ്രാൻസിസ് വരട്ടെ. നോ, ഒരു പുതിയ പേര് നമുക്ക് തരുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ പേരൊന്നും അവിടെയൊന്നുമില്ല. നമ്മുടെ പേര് ഇവിടെ റേഷൻ കടയിലും തിരിച്ചറിയൽ കാർഡിലും പിന്നെ ഇലക്ഷൻ കാർഡിലും ഇൻഷുറൻസ് കാർഡിലും പിന്നെ അങ്ങനെ ഇവിടെയുള്ള ആ നമ്മുടെ ഡോക്യുമെൻസുകളിലെല്ലാം നമ്മുടെ പേരുകൾ. അതോടെ തീർന്നു.
അവിടെ ഈ പേരിനൊന്നും പ്രസക്തിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കാര്യമറിയാതെ ആട്ടം കാണരുത്. നമ്മൾ കാര്യങ്ങളെ വകതിരിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകണമെന്ന് എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്ക്. ഹല്ലേലൂയ. സകല ദീർഘക്ഷമയോട് ഉപദേശത്തോടു കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോങ്ങൾക്കത്തോളം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. കാലം വരും. കാലം വരും. യെസ്, കെയിം. ആ കാലം വന്നെത്തി. ആ കാലൻ അല്ല, അങ്ങനെയുള്ള കാലം എന്ന കാലൻ വന്നെത്തി. ഇപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് ഇഷ്ടമുള്ള പ്രസംഗം. ഈ ഇടയ്ക്ക് ഒരു പാസ് പറഞ്ഞു കേട്ടു, വിശ്വാസികളാണ് എനിക്ക് പ്രസംഗം വിഷയം തരുന്നത്. പാസ് എന്ത് പ്രസംഗിക്കണമെന്ന് വിശ്വാസികളാണ് പറയുന്നത്. ഞങ്ങളുടെ കർത്താവിൻ്റെ മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയും. അവിടെ ഇങ്ങോട്ട് മിണ്ടി ചോദിക്കും, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ പറയും. കാരണം അവർക്ക് അതിനുള്ള ആർജവം ഉണ്ടായിരുന്നു. അവർ സഭയുടെ ഉപദേശം പഠിപ്പിച്ചിരുന്നത് ഉപദേഷ്ടാക്കന്മാരാ. മനസ്സിലായോ? സുവിശേഷ തൊഴിലാളികളല്ലായിരുന്നു അവർ, സുവിശേഷ വേലക്കാരാണ്. പാലാരിവട്ടത്ത്, കലൂര്, എളമക്കര, മോണേക്കര മെയിൻ ജംഗ്ഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറേ തൊഴിലാളി നിൽപ്പുണ്ട്, ബംഗാളി തൊഴിലാളികൾ. ചിലരുടെ കയ്യിൽ തൂമ്പ കാണും, ചിലരുടെ കയ്യിൽ ചട്ടി കാണും, ചിലരുടെ കയ്യിൽ കത്തി കാണും, പലതും കാണും. പലതും ചെയ്യും അവർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ബലാത്സംഗം, കൊലപാതകം എല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുക. സുവിശേഷ തൊഴിലാളികളല്ല, സുവിശേഷം ശുശ്രൂഷിക്കുന്നവരാണ്, വേലക്കാരാണ്, വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരായവർ. പ്രവൃത്തി 1:1 വായിച്ചേ. ലൂക്കോസ് 1:1 വായിച്ചേ. ലൂക്കോസ് 1:1, പ്രവൃത്തി 1:1. ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണിതൊക്കെ. തിയോഫിലസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം, യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവർ ചെയ്തതും ഉപദേശിച്ചു തുടങ്ങിയതുമായ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ പരിശുദ്ധാത്മാവിൽ കൽപ്പന കൊടുത്തു. ഇനി ലൂക്കോസ് 1:1 അവരെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ലൂക്കോസ് പറയുന്ന ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസ് 1:1 എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ശ്രീമോനായ തെയോഫിലിസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ. മീൻ പിടിച്ച് നടന്ന പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും അന്ത്രോസൊക്കെ ആരായിരുന്നു? വചനത്തിൻ്റെ ശുശ്രൂഷകന്മാർ. ഊതി വീഴ്ത്തുന്ന, ഉന്തി വീഴ്ത്തുന്ന ഒരു ഊതും. ഇന്ന് ഈ ഇടയ്ക്കൊരു കറമ്പൻ ഉപദേശി ഒരു വെളുമ്പന് ഊതി, ഞങ്ങളുടെ നാട്ടിലുള്ള ടിനു ജോർജ് ഒറ്റാണെന്ന് തോന്നുന്നു പേര്. ഒരു ഊതലിൽ 100 കരണം മറിഞ്ഞു പുള്ളി. പുഴു പിടയ്ക്കുന്ന പോലെ കിടന്ന് പിടയ്ക്കുന്നുണ്ടായി. എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്ന ഈ സഹോദരനെ കൊണ്ട് എന്നാ മണ്ണാങ്കട്ട ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പുള്ളിക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനേ പറ്റത്തുള്ളൂ, ഉന്തിയിട്ടാനേ പറ്റത്തുള്ളൂ. ദൈവവചനം പ്രസംഗിച്ച് നടത്താൻ പറ്റത്തില്ല. പരസ്യമായിട്ട് ഞാൻ പറയുക, എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. ഊതിയിട്ടും ഉന്തിയിട്ടും കുരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദിപ്പിച്ചും തുള്ളിച്ചാടിയുമല്ല വിശ്വാസികളെ നടത്തേണ്ടത്. ദൈവവചനം പ്രസംഗിച്ചവരെ നടത്തണം. ഉപദേശം പ്രസംഗിച്ച് നടത്തണം. പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിച്ച് നടത്തണം. കർണരസമാകുമാറ് പറഞ്ഞല്ല നടത്തേണ്ടത്. പഥ്യവചനം, പഥ്യോപദേശം. പഥ്യം തെറ്റിച്ചാൽ ദൈവം നിന്നെ ശിക്ഷിക്കുമെന്ന് തന്നെ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കും. നിർമ്മതനായിരിക്കുക, സകലത്തിലും നിർമ്മതനായിരിക്കുക. ഈ നിർമ്മതൻ എന്ന് പറഞ്ഞിട്ട് അഹങ്കാരമില്ലാത്തവനായി. ലോക്കൽ സെൻറ്റർ ആകുമ്പോൾ അഹങ്കാരം വരും. സെൻറ്റർ പിന്നെയും കുറച്ചുകൂടി മൂക്കുമ്പോൾ അഹങ്കാരം വരും. പിന്നെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി വരുമ്പോൾ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. അങ്ങ് മൂക്കും അങ്ങ്. ഇന്നാളൊരു ഭർത്താവ് മരിച്ചുപോയ ഒരു സഹോദരിയെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഓവർസിയർ ശാസിക്കുന്നത് ഞാൻ കേട്ടു. ഈ പ്രസ്ഥാനത്തിൻ്റെ ഓവർസിയർ എന്ന നിലയിൽ
ഞാൻ പറയുന്നു ഡാഷ് 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 കാര്യം. ഞാനവിടെ ഉണ്ടായെങ്കിൽ ഈ യോഗം കഴിയുമ്പോൾ ഞാൻ വിളിച്ച് പാസ്റ്ററോട് ചോദിച്ചത്, പാസ്റ്ററെ ഇത്രയൊക്കെ വേണോ? ഒരു വിധവയോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണോ? അവിടെ അപ്പം തന്നെ അവർ പലരും ചോദ്യം ചെയ്തു അതിനെ. അതാ ഞാൻ പറയുന്നത്, നിർമ്മതനായിരിക്കാൻ പറഞ്ഞ അഹങ്കാരമില്ലാത്തവനായിരിക്കും. താനവും മാനവും പണവും ഒക്കെ വരുമ്പോൾ അഹങ്കാരം വരും. ഇന്നത്തെ ക്രൈസ്തവ കോളം മൂക്കൂത്തി കിടക്കുന്ന ഒരു കാര്യമാണത്. സ്ഥാനങ്ങൾ, മാനങ്ങൾ. പാട്ടുപാടും, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരാമ മേലുള്ളൊരിശാലെ നിത്യഗേഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന്. നീ യേശുവിന് വേണ്ടി യുദ്ധമൊന്നും ചെയ്യണ്ട. നീ നിനക്ക് വേണ്ടി ലോകത്തോടും ജഡത്തോടും പിശാചിനോട് യുദ്ധം ചെയ്യാൻ മതി. യേശുവിനോട് യുദ്ധം ചെയ്ത് യേശുവിനെ സഹായിക്കാനൊന്നും നീ പോണ്ട. ഇത് പലരും അങ്ങനെ യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യുക, കർത്താവിന് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചോളുക. കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് സഭ മുഴുവൻ കുട്ടിച്ചോറായി. ഇപ്പോൾ റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. എന്താ അവിടെ എഴുതി വെച്ചേക്കുന്നത്? ഈ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പൗലൂസ് പറഞ്ഞതുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഈ പറച്ചിലിന്? പൗലൂസ് എന്താ അവിടെ പറഞ്ഞ്? റോമർ 15 ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. പൗലൂസിലൂടെ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചു, കർത്താവ് പ്രവർത്തിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. പൗലൂസ് അവിടെ സൈലൻ്റാണ്. ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചു. ഞാനാകുന്നത് കൃപയാലാകുന്നു. ആ പാപികളിൽ ഏറ്റവും വലിയ പാപിയാണെന്ന് താൻ സ്വയം സമ്മതിക്കുക. ആ പൗലൂസ് അങ്ങനെ പറയുമെങ്കിൽ നമ്മൾ എത്രയധികം. ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അകാല പ്രജ. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം, നമ്മുടെ പാസ്റ്റർമാരെല്ലാവരും ഇത് കേൾക്കണം. ദൈവസഭയെ നയിക്കുന്ന ശ്രേഷ്ഠന്മാരായ പാസ്റ്റർമാർ ഇതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കിയിരിക്കണം. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 5:15-18 വാക്യം. ഞാൻ അപ്പോസ്തലന്മാർ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിനും യോഗ്യനല്ല. മനസ്സിലായോ സഹോദരങ്ങളെ? അകാല പ്രജ, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, സമയത്തിന് മുൻപ് പ്രസവിച്ചു പോയ ചാപിള്ള. ഹല്ലേലൂയ. എറണാകുളത്തൊരിക്കൽ ഒരു കുഞ്ഞിനെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിറഞ്ഞു പോകുന്ന ചരിത്രം നമ്മൾ കണ്ടതാണ്. ദയനീയമായ ചിത്രം നമ്മൾ കണ്ടതാണ്. മാസം തികയാതെ പ്രസവിച്ചതോ അല്ലെങ്കിൽ പ്രസവിച്ചിട്ട് അതിനെ മറച്ചു വയ്ക്കാനോ ചെയ്തതായിരിക്കാം, എന്തു ആകട്ടെ. പൗലൂസ് ഇവിടെ പറയുന്നു, ഞാനൊരു അകാല പ്രജ, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, സമയത്തിന് മുൻപ് പ്രസവിച്ചു പോയ ഒരു ചാപിള്ളയാണ് ഞാൻ. എനിക്കൊന്നും പ്രശംസിക്കാനില്ല, എനിക്കൊന്നും പുകഴാനില്ല. പൗലൂസിനെ പോലെ ദർശനമുള്ളൊരു മനുഷ്യനെ നമുക്ക് കിട്ടുമോ സഹോദരങ്ങളെ? അതുകൊണ്ടല്ലേ പൗലൂസിൻ്റെ വചനങ്ങൾ നമ്മൾ വായിച്ച് പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ മറ്റു അപ്പോസ്തലന്മാരുടെ വേണ്ടെന്ന് പറയുന്നില്ല. അപ്പോസ്തലന്മാരുടെ വചനങ്ങളെല്ലാം, ഉപദേശങ്ങളെല്ലാം വായിച്ചു പഠിച്ചാൽ നമ്മളൊരു മനുഷ്യനായി മാറും. താഴ്മയുള്ള, വിനയമുള്ളൊരു മനുഷ്യനായി. എന്ത് അഹങ്കരിക്കാനുണ്ട്? പണ്ടൊരു ഭക്തൻ പറഞ്ഞ പോലെ, പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഇടപാട് തീർന്നു. പിന്നെ മൂക്കിൽ പഞ്ഞിയും ചെവിയിൽ പഞ്ഞിയും വായും കെട്ടി കൈയും കെട്ടി കാലും കെട്ടി ആ പെട്ടിയിലേക്ക് ഇടിച്ചാൽ കയറ്റുക. അതിൻ്റെ തമയന്മാരെത്തി പാടിക്കൊണ്ടിരിക്കുക. സ്വതന്ത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനിത് പറയുന്നു? പൗലൂസിൻ്റെ വാക്കുകളാണ് എന്നെ ഇത് പറയിപ്പിക്കാൻ, എന്നെ ചേതോ വികാരം, പൗലൂസിൻ്റെ പദപ്രയോഗങ്ങളാണ്. ഹല്ലേലൂയ. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. കഷ്ടം സഹിക്കുക. പൗലൂസ് കഷ്ടം സഹിച്ചവനാണ്. ഞങ്ങളൊക്കെ അതുകൊണ്ട് കഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുക.
ഈ കഷ്ടം സഹിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ, ആത്മീകമായി അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുക, ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കാർഡ് പ്ലഗ് ചെയ്ത് എടുത്തെടുത്ത് ആവശ്യത്തിൽ അതിനും അധികം ഉപയോഗിക്കുമ്പോൾ ചിന്തിച്ചു കൊള്ളണം, വിശാലമായ വഴിയിലായിരിക്കും യാത്ര. ഇന്നലെ കർത്താവിനോട് ഇടപെട്ടത് പിന്നെയും ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാൻ പോരാടും. ഇത് കഴിഞ്ഞിട്ട് അത് ആ വിഷയം അല്പമായിട്ട് പ്രസംഗിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ട്. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാൻ പോരാടും. പലതും കടപ്പാൻ നോക്കും, കഴിയില്ല താനും. കഷ്ടം സഹിക്കുക. ഒരു സുവിശേഷകൻ കഷ്ടം സഹിക്കുന്നവനാണ്, കഷ്ടതയെ ശാസിക്കുന്നവനല്ല. കഷ്ടതയെ ശാസിച്ച ശുശ്രൂഷകന്മാർ കോടീശ്വരന്മാരായി. യാതൊരു ഗുണമില്ലാത്ത ഈ ആത്മീയ സമൂഹം എന്ന് പറഞ്ഞ സമൂഹത്തിൽ കിടന്ന് വിരകുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ അവരെ ഭയന്ന് വിറച്ചവരാ. പക്ഷെ ഇപ്പോൾ അവരുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് കുമ്പിടണം. നമ്മളെ കേരളം കിടുകിട വിറപ്പിച്ച KP കുറിച്ച് നമുക്കറിയാമല്ലോ. പ്രസംഗശാസ്ത്രത്തിൽ ബിരുദമെടുത്ത മാന്യദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എത്രയോ മനുഷ്യരെ ഇളക്കി മറിച്ചു. അവസാനം അംശവടിയും പാമ്പും കുഞ്ഞിനെയും, പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ചുമന്ന വസ്ത്രവും ധരിച്ച് കയ്യിൽ കുരിശും പിടിച്ച് ഓരോരുത്തൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് അടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ആ മനുഷ്യനാണോ ഈ മനുഷ്യൻ? ഈ മനുഷ്യനാണോ ആ മനുഷ്യൻ എന്ന് ഞാൻ അന്തം വിട്ട് നിന്നുപോയി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവ അത് വിട്ടോടെ. അത് വിട്ടോടെന്നാ പൗലോസ് പറയുന്നത്. വിട്ടോടിട്ട് എന്ത് ചെയ്യണം? നീതി, വിശ്വാസം, സ്നേഹം, ശുദ്ധഹൃദയത്തോട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും സമാധാനം ആചരിക്കുക. അല്ലേ? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലം. ഇന്നത്തെ നമ്മുടെ ആത്മീയ പ്രസ്ഥാനങ്ങളെന്നൊക്കെ പറയുന്നേ ഉള്ളൂ. വെറും പേര് മാത്രമേ ഉള്ളൂ. ഒരു പ്രസ്ഥാനവും ഇല്ല. വെറും ജഡീകന്മാരുടെ കൂട്ടമാണ്. തിമിരം ബാധിച്ച ഒരു കൂട്ടം ആൾക്കാരാണ് ആത്മീയ കൂട്ടം എന്ന് പറയുന്നത്. എന്നാൽ അവർ ചിലരൊക്കെ നല്ല ആത്മീയ കാഴ്ചപ്പാടുള്ളവരായിരുന്നു. പക്ഷേ ദ്രവ്യാഗ്രഹം ഉള്ളിൽ കയറി പണസമ്പാദനത്തിന് വേണ്ടി ഈ സുവിശേഷം വിറ്റ് തിന്നാൻ തുടങ്ങിയപ്പോൾ അവരുടെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചു. അവരിപ്പോൾ എന്താ പറയണമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വണ്ടി പോലെയായി. വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കും നിങ്ങൾക്കും ഈ ഗതികെട്ട അനുഭവം വരാതിരിക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൈവവചനം വിളിച്ചു പറയുന്നു. കഷ്ടം സഹിക്കുക. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, ശുദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിച്ച കർത്താവിൻ്റെ ദാസന്മാരുടെ പാതയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. കഷ്ടം സഹിക്കുക. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചൂട് പിന്തുടർന്നു അതിന് മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. കർത്താവ് തന്നൊരു മാതൃകയാണ്. കഷ്ടത്തൊരു വരദാനമാണ്. കഷ്ടതയിലാണ് ദൈവപൈതൽ പണിയപ്പെടുന്നത്. കഷ്ടതയിലാണ് ദൈവപൈതൽ ശുദ്ധീകരണം പ്രാപിക്കുന്നത്. കഷ്ടതയിലാണ് ആത്മീയ വളർച്ച നിനക്ക് കിട്ടുന്നത്. കഷ്ടതയിലാണ് ആത്മീയമായി ഉണർത്തപ്പെടാൻ കഴിയുന്നത്. കഷ്ടത വേണ്ടെന്നോ? കഷ്ടത അങ്ങ് ശാസിച്ചോളുക. കഷ്ടതയെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്ന പറയണ. കഷ്ടത അങ്ങ് പോയി. കോടികൾ വന്നു. ആള് വെറും ചണ്ടിയായി. ഞാൻ പറഞ്ഞ ആത്മീകരുടെ ഇടയിൽ അവർക്ക് സ്ഥാനമില്ല. ഈ വേദോത്സവം വായിക്കാതെ, പ്രാർത്ഥിക്കാതെ, ഈ തലകുത്തി നടക്കുന്ന ഈ വിശ്വാസികളുടെ ഇടയിൽ എന്ത് പറഞ്ഞാലും അവർക്ക് ഇഷ്ടമല്ലാത്ത എല്ലാം എന്ത് പറഞ്ഞാലും ഇഷ്ടമാണ്. സമയത്ത് ദൈവവചനം പഠിക്കുന്ന ഒരു പഠിതാവിന്, കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഒരു ശിഷ്യന്, ദൈവവചന വസ്തുപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രസംഗങ്ങളൊക്കെ വെറും പോഷത്വങ്ങളാണ്. ഞാൻ എൻ്റെ സഹോദരന്മാരെ ശാസിക്കാറുണ്ട്.
പണ്ട് കാലത്ത് നിങ്ങളുടെ നിന്ന ശുശ്രൂഷന്മാര് പറയുന്ന ഈ പൊള്ളുവർത്തമാനം കേട്ടല്ലേ നിങ്ങൾ ഇത്ര ഗതികെട്ട അവസ്ഥയിലായി പോയി. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ തിരുത്താൻ കഴിഞ്ഞില്ല? അന്ന് അവർ ആ നിലവാരം ഉണ്ടായുള്ളൂ. എന്നാൽ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയെങ്കിലും ശേഷമുള്ള ശിഷ്ട ആയുസെങ്കിലും വചനവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ, പുസ്തകത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ, നിങ്ങളത് കേട്ടിട്ട് ഒരു കേൾവിക്കാരനെ പോലെ ഇരിക്കാതെ ശക്തമായി പ്രതികരിക്കാനുള്ള ആർജവം നേടിയെടുക്കണം ദൈവസേനയിൽ. ഹല്ലേലൂയ. അതിനുള്ള ആത്മശക്തിയും അതിനുള്ള ദൈവകൃപയും അതിനുള്ള വചനജ്ഞാനവും നമ്മൾ പ്രാപിച്ചെടുക്കണം. ഒരു ദിവസം ആരായിരുന്നു? ക്രിസ്തുവിൻ്റെ പത്രങ്ങളായിരുന്നു. 1-ാം ലേഖനത്തിൽ പറയുന്നത് എന്താ? അവർ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായിരുന്നു. നമ്മളിപ്പോ പണത്തിന് വേണ്ടിയുള്ള ഓട്ടമല്ലേ നമുക്ക്? എങ്ങനെയും 10 ചക്രം ഉണ്ടാക്കണം, വല്ലവരും കുഴി ചാടിച്ചാണെങ്കിലും ചക്രം കാശുണ്ടാക്കണം. അതിനു വേണ്ടിയുള്ള ഓട്ടമാ. അതുകൊണ്ട് ശക്തിയൊക്കെ പോയി. ശിംശോന് ശക്തി ഉണ്ടായിരുന്ന സമയത്ത് പെലിസ്ത്യൻ ഇതാ വരുന്നെന്ന് പറയുമ്പോൾ ശിംശൻ തടകുടഞ്ഞ് എഴുന്നേറ്റ് കെട്ടിയ കെട്ടൊക്കെ പൊട്ടിച്ച് ചാടി നിൽക്കുക. അവന്മാർ കണ്ടം വഴി ഓടുകയായിരുന്നു. സഹോദരി എന്ന് പറയാൻ പാടില്ലല്ലോ, ഭാര്യയുടെ പേരെന്താ? ദലീല എന്ത് ചെയ്തു? ഈ ശക്തി മുഴുവൻ ചോർത്തിക്കളഞ്ഞു. പണ്ടുള്ള പാസ്റ്റർമാർ പ്രസംഗിക്കുമായിരുന്നു, ഈ ദലീല ആരാണെന്നറിയാമോ? ലോകം. ദലീലയെ ലോകമായിട്ട് പ്രസംഗിക്കുമായിരുന്നു. ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം. ലോകത്തിന്റെ സ്നേഹിതന്മാരാകാൻ ഇച്ഛിക്കുന്ന ദൈവത്തിന്റെ ശത്രുവായി മാറുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകസ്നേഹം അനേകരെ തകർത്ത് കളഞ്ഞു. ലോകത്തിന്റെ ഭൗതികം വാരിക്കോരിക്കൂട്ടിയ ആത്മീയരെന്ന് പറയുന്നവർ ജഡികന്മാരായി മാറി. വളരെ സൂക്ഷിക്കുക, നമ്മളാകാത്ത വേലക്കാരായി പോകാതിരിക്കാൻ. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. എൻ്റെ ഈ പ്രബോധനം കേൾക്കുന്നവരാരും നായ്ക്കളായി പോകരുത്, ആകാത്ത വേലക്കാരായി പോകരുത്, വിച്ഛേദനക്കാരായി പോകരുത്. നമ്മുടെ വിശ്വാസികൾ തകർന്ന് തരിപ്പണമായി പോകും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം ഭക്തിക്കൊത്ത് ഉപദേശത്തിൽ നിലനിന്നോളും. യഹൂദന്മാരുടെ കർത്താവ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. മോശയുടെ വചനത്തിൽ നിലനിൽക്കുന്നവരോടാണ് കർത്താവ് പറയുന്നതെന്ന് ഓർത്തോണേ. മോശയുടെ വ്യവസ്ഥയിൽ നിൽക്കുന്ന യഹൂദന്മാരോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നില്ല, വാസ്തവത്തിലുള്ള എൻ്റെ ശിഷ്യന്മാരായി. അപ്പോൾ വാസ്തവത്തിലുള്ള ശിഷ്യന്മാരുമുണ്ട്, അല്ലാത്ത ശിഷ്യന്മാരുമുണ്ട്. അല്ലാത്ത ശിഷ്യന്മാരെ കൊണ്ട് ഇന്നത്തെ ആത്മീയ കോളം നിറഞ്ഞു കിടക്കുകയാണ്. കൈകൂപ്പി പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. അടുത്ത ഭാഗം അടുത്തൊരു ക്ലിപ്പോടുകൂടിയേ തീരത്തുള്ളൂ. ഞാനോ ഇപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം എടുത്തിരിക്കും. 7, 8, 9 വാക്യങ്ങൾ കർത്താവിൻ്റെ ഓരോ താമസങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കും. പൗലോസിൻ്റെ പ്രബോധനങ്ങൾ വളരെ മനോഹരമാണ്. സ്തോത്രം. കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി ചെയ്യുക. സുവിശേഷകന്റെ പ്രവൃത്തി. ബാഗിൽ 5 സഹോദരന്മാരുടെ ഫോട്ടോ ഇട്ടിട്ട് സുവിശേഷകന്റെ പ്രവൃത്തി അല്ലതേ, അത് ദല്ലാളെന്ന് പറയും, ബ്രോക്കർ എന്ന് പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറാറുണ്ട്. അത്യാവശ്യം വേണ്ടപ്പെട്ടവർ പറയുമ്പോൾ നോക്കാം, നമുക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ പറയാം. നമ്മുടെ മിനിസ്ട്രി അതല്ലെന്ന് ഞാൻ തീർത്ത് പറയാം. ദൈവവചനം പ്രസംഗിച്ച് ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുവാനാണ് ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ കേട്ട വനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. അടുത്ത വേദഭാഗങ്ങൾ അടുത്ത ക്ലിപ്പിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.